രാവിലെ അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനം ഈ വരുന്ന 25-ാം തീയതി, അതായത് മറ്റന്നാൾ ശനിയാഴ്ച രാവിലെ ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. ഞങ്ങൾ 3 വർഷം കൂടുമ്പോഴാണ് ഇതുപോലുള്ള സമ്മേളനങ്ങൾ നടക്കാറ്. അതോടൊപ്പം തന്നെ ആ പരിപാടിയോടുകൂടി തന്നെ കുടുംബസംഗമവും ബസ് ഉടമകളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള കുടുംബസംഗമവും നടക്കുന്നതായിരിക്കും. നമ്മൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസമെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങളും ബസ് ഉടമകളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഒരു എല്ലാ ദിവസവും മാനസിക സംഘർഷത്തിലേർപ്പെടുന്ന ബസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം ആ പ്രയാസങ്ങളിൽ നിന്നും ഒന്ന് മുക്തി നേടുന്ന ഒരു ദിവസമെങ്കിലും കൂടിച്ചേർന്ന് സന്തോഷത്തോട് പിരിയുന്നതിനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയിൽ നമ്മളെ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ DIG കണ്ണൂർ റേഞ്ച് DIG നമ്മളെ യതീഷ് ചന്ദ്ര അവരുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി അവരുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ഇതുപോലുള്ള സമ്മേളനങ്ങളിൽ എല്ലാ മെമ്പർമാർക്കും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവർക്കും കൊടുക്കുന്ന ഉപഹാരങ്ങൾ അത് നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട RTO കണ്ണൂർ RTO ES ഉണ്ണികൃഷ്ണൻ അവരുകളാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം, 25 വർഷം തുടർച്ചയായിട്ട് ബസ് സർവീസ് നടത്തുന്ന ബസ് ഉടമകൾ, ആ ബസ് ഉടമകളെ ആദരിക്കുന്നത് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി T ഗോപിനാഥൻ അവരുകളാണ്. ഈ പരിപാടിയിൽ കുട്ടികൾ, അതായത് നമ്മുടെ രക്ഷിതാക്കന്മാരുടെ നമ്മുടെ ബസ് ഉടമകളായ രക്ഷിതാക്കന്മാർ അവരുടെ കുട്ടികളുടെ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ചടങ്ങ് കൂടി നടക്കുന്നുണ്ട്. അത് സംസ്ഥാന പ്രസിഡന്റ് PK മൂസ ആണ്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും നമ്മളെ ഈ നടക്കുന്ന പരിപാടിയിൽ വെച്ച് കുടുംബാംഗങ്ങളിൽ നിന്നും അവസാന ഘട്ടം വരെ പങ്കെടുക്കുന്ന ആളുകളിൽ നിന്നും നറുക്കിട്ടെടുത്തിട്ടുള്ള ഉപഹാരങ്ങൾ കൊടുക്കുന്നു, പ്രൈസുകൾ. ബസ് ഉടമകളിൽ നിന്നും അവർ പങ്കെടുക്കുന്ന അവസാന ഘട്ടം വരെ പങ്കെടുക്കുന്നവർക്ക് നറുക്കിട്ടെടുത്തുകൊണ്ട് വലിയ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലത്തെ സമ്മാനദാനം നിർവഹിക്കുന്നത് നമ്മുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി കോഴിക്കോടാണ് K രാധാകൃഷ്ണൻ അവരാണ്. അദ്ദേഹമാണ് ഇത് നിർവഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിപുലമായ പരിപാടികൾക്കാണ്, ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് ഞങ്ങൾ രൂപം നൽകിയിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം, നമ്മളെ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം അത് 2 മണിക്ക് ശേഷം നടക്കുന്ന 2:15 ശേഷം നടക്കുന്ന പരിപാടികളിൽ വ്യവസായം അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ, നമ്മളെ സങ്കീർണമായ പ്രശ്നങ്ങളാണ് ഇന്ന് വ്യവസായം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ച് ചർച്ചയും അതുപോലെ പ്രമേയങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ചർച്ച നയിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി T ഗോപിനാഥനാണ്. നമുക്കറിയാം, വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം. വർഷങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് വിദ്യാർത്ഥികളെ കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ളത്. 14 വർഷം മുമ്പ് വർദ്ധിപ്പിച്ചതാണ്. ഒരു 50 പൈസ എന്നുള്ളത് 1 രൂപയാക്കി മാറ്റിയത് 14 വർഷം മുന്നെയാണ്. അതിനുശേഷം ഇത് സംബന്ധിച്ച് നമ്മളൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള നിലയിൽ സർക്കാരിനെ സമീപിച്ചു. അതുപോലെ തന്നെ ദീർഘദൂര ലിമിറ്റ് സ്റ്റോപ്പ് ബസ്സുകളുടെ വിഷയങ്ങൾ കോടതികളിൽ ഡിവിഷൻ ബെഞ്ചിൽ വരെ 2 സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും നമുക്ക് അനുകൂലമായി പെർമിറ്റ് പുതുക്കി നൽകണം. നിയമം എല്ലാവർക്കും ബാധകമാണ്. KSRTCക്കായാലും പ്രൈവറ്റ് മേഖലക്കായാലും നിയമം എല്ലാവർക്കും ബാധകമാണ് എന്നാണ് കോടതി പറഞ്ഞത്. ആ 2 കോടതികളുടെ വിധിയും നടപ്പിലാക്കാതെ വീണ്ടും സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. അങ്ങനെ ആകെ വരുന്നത് 250ഓളം ബസ് ഉടമകളാണ്. ലിമിറ്റ് സ്റ്റോപ്പ് ഉടമകൾ കുറച്ച് കൂടുതലുണ്ട്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു ശക്തമായ സമ്മർദ്ദങ്ങൾ ചെലുത്തി നിരന്തരമായ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെയൊക്കെ കണ്ടുകൊണ്ട് ഒരു തരത്തിലും ഒരു പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ ജൂലൈ 22-ന് നമ്മളൊരു അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചത്. അന്ന് നിർഭാഗ്യവശാൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ മരണം കൊണ്ട് അത് മാറ്റിവെക്കേണ്ടതായി വന്നു. അതിനുശേഷം ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടു.
ഒരു സമരം നടത്താനുള്ള സാഹചര്യത്തിൽ കൂടി ആയിരുന്നില്ല അന്നത്തെ അങ്ങനെയുള്ളൊരു പ്രയാസം ഉണ്ടായി. എന്നിട്ടും അതിനെ സംബന്ധിച്ച് നിരന്തരമായ മന്ത്രിയുമായി കണ്ട് സംസാരിച്ചെങ്കിലും അതിന് പരിഹാരം ഉണ്ടാക്കാൻ ഒരു ശ്രമം നടക്കുന്നത്. അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ വ്യവസായം നിലനിൽക്കണമെങ്കിൽ ഈ നിലവിലുള്ള ബസ്സുകൾ സർവീസ് നടത്താനുള്ള സാഹചര്യം ഉണ്ടാകണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ കൺസെഷൻ ചാർജിൽ എന്തെങ്കിലും നമ്മളിത് മറ്റ് ബസ് ചാർജ് വർധന ആവശ്യപ്പെടുന്നില്ലല്ലോ. അതിലെങ്കിലും ഒരു റുപ്യ മിനിമം ചാർജാണ് ഇന്നും കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ എല്ലാ മിക്ക ജില്ലകളിലും കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് വിഷയമാണ് നമ്മൾ പ്രധാനമായും നമ്മുടെ വിഷയമുള്ളത്. മറ്റൊന്ന് നമ്മുടെ പ്രൈവറ്റ് ബസ് മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, KSRTC ആയാലും പ്രൈവറ്റ് മേഖലയായാലും പൊതുമേഖലയായാലും സ്വകാര്യ മേഖല നിലനിൽക്കണം. പക്ഷേ അതിന് അനുകൂലമായ ആവശ്യമായ നിയമ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നില്ല. അത് രണ്ടും നിലനിർത്തി കൊണ്ടുപോയാൽ മാത്രമേ ഈ പ്രൈവറ്റ് മേഖല, KSRTC മാത്രമല്ലല്ലോ, പ്രൈവറ്റ് ബസ്സുകളും ഇവിടെ സാധാരണക്കാരായ യാത്രക്കാരെ കൊണ്ടുപോകുന്നത് റുപ്യ മിനിമം ചാർജ് കൊടുത്ത് കുട്ടികളടക്കം കൊണ്ടുപോകുന്നത് പ്രൈവറ്റ് ബസ്സുകളിലാണ്. KSRTC വളരെ ദുർലഭമാണ്. ഏതാനും ചില മേഖലകൾ മാത്രമാണ് അത് മുൻകൂട്ടി പണം അടച്ചുകൊണ്ട് 3 മാസത്തേക്ക് മുൻകൂട്ടി പണം അടച്ചുകൊണ്ടാണ് സർവീസ്. കണ്ണൂർ ജില്ല അതില്ല, മലയോര മേഖലയിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു പ്രൈവറ്റ് ബസ് മേഖലയെ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യം സർക്കാർ ഉണ്ടാക്കണ്ടേ? സർക്കാരിന് ഒരു സാമ്പത്തിക നഷ്ടമില്ല, ഒരു സാമ്പത്തികമായ ബാധ്യതയും ഇല്ല. ഞങ്ങൾ മുതലെടുക്കുന്നത്, ഞങ്ങൾ സർവീസ് നടത്തുന്നു, നമ്മൾ അവർ പറയുന്ന സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ മേഖലയെ സംരക്ഷിക്കണ്ടേ? ഗതാഗത മേഖലയല്ലേ? അതിനൊരു സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. മറ്റൊന്ന്, അതിന് പുറമെ നടക്കുന്നത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ഈ മേഖലയെ നടന്നുകൊണ്ടിരിക്കുന്ന പോലീസിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ RTA ഡിപ്പാർട്ട്മെൻറ്റും നിരന്തരം ദിവസം രാവിലെ ഒരു വിഭാഗം പഠിക്കും, വൈകുന്നേരം മറ്റൊരു വിഭാഗം പഠിക്കും. 500, 1000, 2000 ഒരു ഫൈൻ അടച്ച് പിറ്റേത്തെ വേറൊരു ഫൈൻ അടക്കുന്നുണ്ട്, പിന്നെ 10,000 ഫൈന്. ഇങ്ങനെ ഒരു തരത്തിലും സർവീസ് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിൽ ഇന്നലെ ഇപ്പം RTA ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നാണ് ആസ്പത്രി സ്റ്റാൻഡുകളും മറ്റുള്ള സ്റ്റാൻഡുകളൊക്കെ പിടിച്ചിട്ട് രാവിലെയും വൈകുന്നേരവും പിടിച്ച് സർവീസ് നടത്താൻ പറ്റാത്ത സാഹചര്യം നടക്കുന്നത്. എത്രയാ ഭീമമായ പിഴ! പോലീസിനാണെങ്കിൽ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒളിഞ്ഞിരുന്ന് ക്യാമറ വെച്ച് ഒളിഞ്ഞിരുന്ന് ഫോട്ടോ എടുത്ത് ഭീമമായ പിഴ. ട്രാഫിക് പോലീസ് എന്തിനാണ്? ട്രാഫിക് നിയന്ത്രിക്കാനാണ്. പക്ഷേ ഇത് ഞങ്ങൾ ഇന്നലെ വരെ കണ്ടു, മാറി നിന്നിട്ട് ഫോട്ടോ എടുക്കുക, ഫൈൻ ഇടാക്കുക. നമ്മൾ അറിയുന്നില്ല എന്തിനാ ഫൈൻ, എന്താ ഫൈന്, നമ്മൾ കൊണ്ട് അടച്ചിടാം. അങ്ങനെ നിരന്തരമായ ഫൈനുകൾ ഉയർത്തി രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും. റോഡുകൾ നമുക്കറിയാം, റോഡുകൾ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, NHAയുടെ പ്രവർത്തനം കൊണ്ട് ഒരു ഭാഗത്ത് റോഡിൻ്റെ തകർച്ച, മറുഭാഗത്ത് സാറിന് ഇന്ന് കാലവർഷത്തിൻ്റെ ഫലമായിട്ട് നമ്മളൊരു സമരം പ്രഖ്യാപിച്ചതാണ്, കോർഡിനേഷൻ കമ്മിറ്റി സമരം പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം ആടെ എന്തെങ്കിലും എനിക്ക് അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഒരു തരത്തിലും കൃത്യസമയത്ത്, നമ്മൾ സാധാരണ ചെറിയ വാഹനങ്ങൾക്ക് സമയമില്ല, പ്രൈവറ്റ് ബസ്സുകളെ സംബന്ധിച്ചുള്ള ടൈമുണ്ട്. ആ ടൈമിന് ഓടി അടുത്ത ട്രാക്കിലെത്തി നമുക്ക് ഓടാൻ പറ്റുന്ന ആ ഒരു ട്രിപ്പ് പോയി. അപ്പോൾ അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് സമയം തെറ്റിപ്പോയാലും എന്തെങ്കിലും ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിൽ ചെറിയ എന്തൊരു അപാകത പറ്റിപ്പോയാൽ പിഴ ചുമത്തി ദ്രോഹിക്കുന്ന നടപടി. ആരത കുറ്റം? ബസ് ഉടമകളുടെതല്ല, ബസ് തൊഴിലാളികളുടെതല്ല. കുറ്റം എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ തകർച്ചയാണ്. അങ്ങനെയുള്ള ബസ് ഉടമകളാണ് ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു തരത്തിലും സർവീസ് നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് കണ്ണൂർ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം സർവീസ് ഇതൊക്കെ നമ്മൾ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടും. സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെ പോലീസ് ഇത്തവണ നമ്മൾ ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ് ഞങ്ങൾ ഇതെല്ലാം ഉദ്ഘാടന പരിപാടികൾ ക്ഷണിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ അവർ കൂടി മനസ്സിലാക്കി ഇതിൻ്റെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സംസ്ഥാന തലത്തിലും ഇത് സംബന്ധിച്ച് ഞങ്ങൾ ശക്തമായ സമ്മർദ്ദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സമ്മേളനം ചർച്ച ചെയ്യപ്പെടും. നമ്മുടെ ബസ് മേഖലയിൽ ഉള്ള പ്രതിസന്ധികൾ കുറേ നമ്മുടെ പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നിങ്ങൾ തന്നെ ഫേസ്ബുക്കിലും മറ്റും കണ്ട് കാണും. ഇപ്പോൾ തിരുവനന്തപുരത്ത് രാത്രി ചില റൂട്ടുകളിൽ സർവീസ് നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രൈവറ്റ് ബസ് നടത്തുന്നില്ല എന്ന് പറഞ്ഞ്, അപ്പോൾ അതിൻ്റെ ഒരു കൗൺസിലർ പെണ്ണുങ്ങൾ മന്ത്രിയോട് പറയുന്നുണ്ട് KSRTC അനുവദിക്കണമെന്ന്.
അപ്പോൾ മന്ത്രി അപ്പം തന്നെ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ ആളില്ലാത്ത റൂട്ടിലൊന്നും KSRTC ഓടൂലെന്ന്. അപ്പോൾ ആളില്ലാത്ത റൂട്ടിൽ പ്രൈവറ്റിനെ ഇട്ട് ഓടാൻ നിർബന്ധിക്കുകയും KSRTCക്ക് അത് പറ്റില്ല എന്ന്. ജനങ്ങളുടെ പൈസ കൊണ്ട് പിന്നെ ഈ സർവീസ് നടത്തുന്ന പിന്നെ KSRTCക്ക് അത് ജനങ്ങളെ സേവിക്കാൻ അവർ തയ്യാറല്ല. അതേസമയത്ത് നമ്മൾ പിന്നെ ഒരു സ്വകാര്യ വ്യക്തി ജീവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കഷ്ടപ്പെട്ട് പിന്നെ ഒരു ജോലിയെടുക്കുമ്പോൾ അവൻ അത് യാത്രക്കാരില്ലാതെ സർവീസ് നടത്തണം എന്ന് പറയുന്നത് ഒരു ന്യായമായ ഒരു കാര്യമല്ല. അതുപോലെ തന്നെ നല്ല ഓരോ ദിവസവും രാവിലെ മന്ത്രി എണീക്കുമ്പോൾ എന്താ തോന്നുന്നത്, സ്വപ്നം കാണുന്ന ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക. അപ്പോൾ അതിൽ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ സ്വകാര്യ ബസ് ഇല്ലാത്ത ഒരു കേരളം, അതാണ് പിന്നെ നമ്മുടെ മന്ത്രി ഉദ്ദേശിക്കുന്നത്. അതിനുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പോൾ ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല പ്രശ്നങ്ങൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ GPS എല്ലാ പബ്ലിക് വാഹനത്തിനും വേണം. ഏതെങ്കിലും ഒരു അതിന് പിന്നെ നമ്മളിപ്പോൾ പിന്നെ ഒരു ട്രാവലറിൽ പോലും കയറി കഴിഞ്ഞാൽ കാണാം നമുക്ക് ഒരു ബട്ടൺ അമർക്കാനുള്ള ഒരു സ്വിച്ച്, അത് അമർത്തി കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ റൂമിൽ എത്തും, നിങ്ങൾക്ക് വേണ്ട സഹായം കിട്ടും. അങ്ങനെയല്ലാന്ന് പറഞ്ഞിട്ടാണ് ഫിറ്റാക്കിയിട്ട് 3 വർഷം കഴിഞ്ഞു. അത് എല്ലാ വർഷവും 800 രൂപേൻ്റെ മുകളിൽ റീചാർജ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടപ്പം നിൽക്കാതല്ലാതെ ഇതിൻ്റെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനവും ഈ 3 വർഷം കഴിഞ്ഞിട്ടും സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല. എന്നാലും അതില്ലെങ്കിൽ പിന്നെ ഫൈൻ പിടിക്കുക, ഇങ്ങനെയുള്ള നടപടികളാണ്. ഇപ്പോൾ ക്യാമറ എന്ന് പറഞ്ഞാൽ ക്യാമറ പിന്നെ എല്ലാ വണ്ടിയിലും ഫിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ്, പിന്നെ അത് പറഞ്ഞ് അത് ആ ക്യാമറ പോരെ AI ക്യാമറ വേണം, ഇന്ന കമ്പനീൻ്റെ മാത്രമേ ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിലും അവർ നിർദ്ദേശിച്ച പിന്നെ കമ്പനീനെക്കാട്ടെ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അധിക ബസ്സിലും ഫിറ്റാക്കിയിട്ടുള്ളത്. എന്നാൽ അതും പറ്റില്ല. ഇവർ പറയുന്ന അതിൻ്റെ പിന്നെ പൊരുളെന്താണെന്ന് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ അത്തരം ഈ സ്വകാര്യ സർവീസുകൾ ഈ പിന്നെ കേരളത്തിൽ ഇല്ലാതാക്കാനുള്ള നടപടികളാണ് ഈ നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രി പിന്നെ ഇപ്പോൾ പിന്നെ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും. അപ്പോൾ അതിൽ ശക്തമായിട്ട് നമ്മൾ പ്രതിഷേധിക്കുന്നുണ്ട്. അത്രയാണ് കാര്യമായി പറയാൻ.